ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുകയും ഇതിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ലോഗോസിന് നന്നായി പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷയുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായി 300 രൂപ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ ലിങ്ക് ലഭിക്കുന്ന വാട്സാപ്പ് നമ്പറും അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഈ 300 പരീക്ഷകളിലും പങ്കെടുത്ത് നല്ല രീതിയിൽ ലോഗോസിന് മാർക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുക സാമുവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 61 ചോദ്യങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റാണ്. ഒരു ചോദ്യത്തോടൊപ്പം 4 ഓപ്ഷൻസും ശരിയായ ഉത്തരം തന്നിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്കിൽ കൂടി കിട്ടി എന്ന് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ആരുടെ വാക്കാണ് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചത്? ഓപ്ഷൻസ്: എ ഏലി, ബി സാംസൺ, സി ദാവീദ്, ഡി സാമുവേൽ. ഉത്തരം ഓപ്ഷൻ ഡി സാമുവേൽ. 2. സാമുവേലിന്റെ കാലത്ത് ഫിലിസ്തർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് വന്നത്? ഓപ്ഷൻസ്: എ ഫരിസേയർക്കെതിരെ, ബി ഇസ്രായേലിനെതിരെ, സി മൊവാബിയർക്കെതിരെ, ഡി എദ്യോമ്യർക്കെതിരെ. ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിനെതിരെ. 3. ഫിലിസ്തീനെ നേരിടാൻ സന്നദ്ധമായ ഇസ്രായേൽക്കാർ എവിടെയാണ് പാളയമടിച്ചത്? ഓപ്ഷൻസ്: എ ഗിൽഗാൽ, ബി ശീലോ, സി എബനേസർ, ഡി അഫെക്. ഉത്തരം ഓപ്ഷൻ സി എബനേസർ. 4. അഫെക്കിൽ പാളയമടിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ഇസ്രായേൽക്കാർ, ബി മൊവാബിയർ, സി ഫിലിസ്തീർ, ഡി അമോനിയർ. ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്തീർ. 5. 1 സാമുവേൽ 2:4-2 പ്രകാരം ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? ഓപ്ഷൻസ്: എ ഫിലിസ്തീർ, ബി അമോനിയർ, സി അമലേക്കിയർ, ഡി ഇസ്രായേൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ. 6. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്തീർ വധിച്ചു? ഓപ്ഷൻസ്: എ 3000, ബി 4000, സി 5000, ഡി 5000. ഉത്തരം ഓപ്ഷൻ ബി 4000. 7. യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കപ്പെടാതെ ശേഷിച്ച ഇസ്രായേൽക്കാർ എവിടെ തിരിച്ചെത്തി? ഓപ്ഷൻസ്: എ ജെറുസലേമിൽ, ബി ശീലോയിൽ, സി പാളയത്തിൽ, ഡി ഗിൽഗാലിൽ. ഉത്തരം ഓപ്ഷൻ സി പാളയത്തിൽ. 8. ഫിലിസ്തീർ യുദ്ധത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ എബനേസർ, ബി ഷീലോ, സി ഗിബയ, ഡി ഹീബ്രോൻ. ഉത്തരം ഓപ്ഷൻ ബി ഷീലോ. 9. ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ ഏലി, ബി ദാവീദ്, സി ശ്രേഷ്ഠന്മാർ, ഡി പുരോഹിതന്മാർ. ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രേഷ്ഠന്മാർ. 10. ആര് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദൂതൻ, ബി കർത്താവ്, സി മോശെ, ഡി യേശു. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. 11. എവിടെ ആളെ അയച്ച് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻസ്: എ എബനേസറിൽ നിന്ന്, ബി ഷീലോയിൽ നിന്ന്, സി യെരുസലേമിൽ നിന്ന്, ഡി ഗിലയാദിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി ഷീലോയിൽ നിന്ന്. 12. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എന്തിനു മേലാണ് എഴുന്നള്ളിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സർപ്പങ്ങൾ, ബി ദൂതന്മാർ, സി കെരൂബുകൾ, ഡി തൂണുകൾ. ഉത്തരം ഓപ്ഷൻ സി കെരൂബുകൾ. 13. പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഹോഫ്നിയും ഫിനഹാസും, ബി സാവുൽ, സി ഏലി, ഡി യോനാഥൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോഫ്നിയും ഫിനഹാസും.
14 കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിൽ എത്തിയപ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ കരഞ്ഞു, ബി മുദ്രാവാക്യം വിളിച്ചു, സി ആനന്ദത്താൽ ആർത്തു വിളിച്ചു, ഡി നിശബ്ദമായി നിന്നു. ഉത്തരം ഓപ്ഷൻ സി ആനന്ദത്തിൽ ആർത്തു വിളിച്ചു. 15 എന്താണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത്? ഓപ്ഷൻസ്: എ കാഹളത്തിന്റെ ശബ്ദം, ബി യുദ്ധഘോഷം, സി സംഗീതം, ഡി ആർത്തുവിളി. ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ഡി ആർത്തുവിളി. 16 ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്താണ്? ഓപ്ഷൻസ്: എ തീ, ബി ഉഗ്രഹട്ടഹാസം, സി പുക, ഡി ശബ്ദം. ഉത്തരം ഓപ്ഷൻ ബി ഉഗ്ര അട്ടഹാസം. 17 കർത്താവിന്റെ പേടകം എവിടെ എത്തിയെന്ന് ഫിലിസ്ത്യർ മനസ്സിലാക്കി? ഓപ്ഷൻസ്: എ ഗിൽഗാൽ, ബി യെരുസലേം, സി കൂടാരം, ഡി എബനേസർ. ഉത്തരം ഓപ്ഷൻ സി ആണ് കൂടാരം. 18 ഭയചകിതരായ ഫിലിസ്ത്യർ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ യുദ്ധം തോറ്റു, ബി പാളയത്തിൽ ദേവന്മാർ എത്തിയിരിക്കുന്നു, സി അവർ നമ്മെ വളഞ്ഞിരിക്കുന്നു, ഡി നാം ഓടിപ്പോകണം. ഉത്തരം ഓപ്ഷൻ ബി പാളയത്തിൽ ദേവന്മാർ എത്തിയിരിക്കുന്നു. 19 ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇന്നുവരെ, ബി മുമ്പൊരിക്കലും, സി ഈ വർഷം, ഡി യുദ്ധകാലത്ത് മാത്രം. ഉത്തരം ഓപ്ഷൻ ബി മുമ്പൊരിക്കലും. 20 ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും എന്ന് ചോദിച്ചതാര്? ഓപ്ഷൻസ്: എ ഹെബ്രായർ, ബി ഇസ്രായേൽക്കാർ, സി ഫിലിസ്ത്യർ, ഡി അമോന്യർ. ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യർ. 21 ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: യോർദാനിൽ, ബി മരുഭൂമിയിൽ, സി പർവ്വതത്തിൽ, ഡി സമുദ്രതീരത്ത്. ഉത്തരം ഓപ്ഷൻ ബി മരുഭൂമിയിൽ. 22 ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: എ യുദ്ധം കൊണ്ട്, ബി തീ കൊണ്ട്, സി നിരവധി ബാധകൾ കൊണ്ട്, ഡി പ്രളയം കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിരവധി ബാധകൾ കൊണ്ട്. 23 ഫിലിസ്ത്യരോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഭയത്തോടെ, ബി ധീരതയോടും പൗരുഷത്തോടും കൂടെ, സി വഞ്ചനയോടെ, ഡി ആയുധമില്ലാതെ. ഉത്തരം ഓപ്ഷൻ ബി ധീരതയോടും പൗരുഷത്തോടും കൂടെ. 24 ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: എ നാം ഓടിപ്പോകും, ബി നാം ജയിക്കും, സി നാം അവർക്ക് അടിമകളാകേണ്ടി വരും, ഡി നാം പാളയം മാറും. ഉത്തരം ഓപ്ഷൻ സി നാം അവർക്ക് അടിമകൾ ആകേണ്ടി വരും. 25 ഇസ്രായേൽ പരാജയപ്പെട്ട് എവിടേക്ക് പലായനം ചെയ്തു? ഓപ്ഷൻസ്: എ കൂടാരത്തിലേക്ക്, ബി നഗരത്തിലേക്ക്, സി പർവ്വതത്തിലേക്ക്, ഡി യോർദാൻ കടലാസിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ കൂടാരത്തിലേക്ക്. 26 വലിയൊരു നരവേട്ട നടന്നു, എത്ര പടയാളികൾ നിലം പതിച്ചു? ഓപ്ഷൻസ്: എ 20,000, ബി 15,000, സി 30,000, ഡി 40,000. ഉത്തരം ഓപ്ഷൻ സി 30,000. 27 ശത്രുക്കൾ എന്താണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സ്വർണം, ബി കൂടാരം, സി യുദ്ധായുധങ്ങൾ, ഡി ദൈവത്തിന്റെ പേടകം. ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തിന്റെ പേടകം. 28 ആരാണ് യുദ്ധരംഗത്തിൽ നിന്നോടി ഷീലോയിലെത്തിയത്? ഓപ്ഷൻസ്: എ ലേവ്യൻ, ബി പുരോഹിതൻ, സി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ, ഡി ഏലി. ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. 29 യുദ്ധരംഗത്ത് നിന്നെത്തിയവൻ എന്താണ് വലിച്ചു കീറിയത്? ഓപ്ഷൻസ്: എ തന്റെ കൈവശമുണ്ടായിരുന്നത്, ബി വസ്ത്രം, സി ചെരുപ്പ്, ഡി വാൾ. ഉത്തരം ഓപ്ഷൻ ബി വസ്ത്രം. 30 യുദ്ധരംഗത്ത് നിന്നെത്തിയവൻ
എവിടെയാണ് പൂഴി വിതറിയിരുന്നത്? ഓപ്ഷൻസ്: എ മുഖത്ത്, ബി കയ്യിൽ, സി തലയിൽ, ഡി വസ്ത്രത്തിൽ. ഉത്തരം ഓപ്ഷൻ സി തലയിൽ. 31. ഏലി എവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് പീഠത്തിലിരുന്നത്? ഓപ്ഷൻസ്: എ പട്ടണത്തിലേക്ക്, ബി വഴിയിലേക്ക്, സി പാളയത്തിലേക്ക്, ഡി യാഗപീഠത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി വഴിയിലേക്ക്. 32. എന്തിനെ കുറിച്ചാണ് ഏലി ആകുല ചിത്തനായിരുന്നത്? ഓപ്ഷൻസ്: എ പുത്രന്മാരെ കുറിച്ച്, ബി ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച്, സി യുദ്ധത്തെക്കുറിച്ച്, ഡി പട്ടണത്തെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച്. 33. ചോദ്യം: ആരാണ് മുറവിളി കൂട്ടിയത്? ഓപ്ഷൻസ്: എ പട്ടണവാസികൾ, ബി ദൂതൻ, സി യോദ്ധാക്കൾ, ഡി പുരോഹിതർ. ഉത്തരം ഓപ്ഷൻ എ പട്ടണവാസികൾ. 34. പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എപ്പോൾ? ഓപ്ഷൻസ്: എ യുദ്ധം ആരംഭിച്ചപ്പോൾ, ബി പടയാളികൾ എത്തുമ്പോൾ, സി ഏലി വിളിച്ചപ്പോൾ, ഡി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ. 35. പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് ആരാണ് കേട്ടത്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ദൂതൻ, സി ഏലി, ഡി ഹോഫ്നി. ഉത്തരം ഓപ്ഷൻ സി ഏലി. 36. പട്ടണവാസികളുടെ മുറവിളി കേട്ടപ്പോൾ ഏലി എന്താണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ എന്താണ് സംഭവിച്ചത്, ബി നിങ്ങൾ എന്തിന് നിലവിളിക്കുന്നു, സി എന്താണ് ഈ മുറവിളി, ഡി ആരാണ് കരയുന്നത്. ഉത്തരം ഓപ്ഷൻ സി എന്താണ് ഈ മുറവിളി. 37. എന്താണ് മുറവിളി എന്ന് ഏലി ആരഞ്ഞപ്പോൾ ആരാണ് അവന്റെ അടുത്തേക്ക് ഓടി വന്നത്? ഓപ്ഷൻസ്: എ ഒരു പട്ടണവാസി, ബി ദൂതൻ, സി സാമുവൽ, ഡി ഒരു യോദ്ധാവ്. ഉത്തരം ഓപ്ഷൻ ബി ദൂതൻ. 38. ഏലിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഓപ്ഷൻസ്: എ 85, ബി 90, സി 98, ഡി 70. ഉത്തരം ഓപ്ഷൻ സി 98. 39. ആരാണ് മിക്കവാറും അന്ധനായിരുന്നത്? ഓപ്ഷൻസ്: എ ഏലി, ബി ഫിനഹാസ്, സി ഓഫ്നി, ഡി സാമുവൽ. ഉത്തരം ഓപ്ഷൻ എ ഏലി. 40. ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയതാണ് ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ഫിനഹാസ് ഏലിയോട്, ബി ദൂതൻ ഏലിയോട്, സി യോദ്ധാവ് സാമുവേലിനോട്, ഡി ഏലി പട്ടണവാസിയോട്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ദൂതൻ ഏലിയോട്. 41. മകനെ എന്ത് സംഭവിച്ചു എന്ന് ദൂതനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഏലി, സി പുരോഹിതൻ, ഡി പട്ടണത്തിലെ സ്ത്രീകൾ. ഉത്തരം ഓപ്ഷൻ ബി ഏലി. 42. ദൂതൻ ആദ്യം പറഞ്ഞ വാർത്ത ഏതാണ്? ഓപ്ഷൻസ്: എ ഹോഫ്നി മരിച്ചു, ബി ഫിനഹാസ് മരിച്ചു, സി ഇസ്രായേൽ തോറ്റോടി, ഡി പട്ടണം ആക്രമിക്കപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇസ്രായേൽ തോറ്റോടി. 43. ദൂതൻ ഏലിയോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു? ഓപ്ഷൻസ്: എ 4, ബി 2, സി 5, ഡി 3. ഉത്തരം ഓപ്ഷൻ സി 5. 44. ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തിന് എന്ത് സംഭവിച്ചു? എ കൊല്ലപ്പെട്ടു, ബി തടവിലായി, സി പരിക്കേറ്റു, ഡി രക്ഷപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ എ കൊല്ലപ്പെട്ടു. 45. അത് ഭയങ്കരമായ ഒരു ഡാഷ്. ഓപ്ഷൻസ്: എ വിജയം, ബി പരാജയം, സി ആക്രമണം, ഡി വഞ്ചന. ഉത്തരം ഓപ്ഷൻ ബി പരാജയം. 46. ആരാണ് വധിക്കപ്പെട്ടതെന്ന് ദൂതൻ പറഞ്ഞത്? എ ഓഫ്നി ഫിനഹാസും, ബി ഏലിയും സാമുവേലും, സി യോദ്ധാക്കൾ, ഡി ഫിലിസ്തീർ. ഉത്തരം ഓപ്ഷൻ എ ഹോഫ്നിയും ഫിനഹാസും. 47. ദൈവത്തിന്റെ പേടകം പിടിച്ചെടുത്തത് ആരാണ്? ഓപ്ഷൻസ്: എ അമോനിയർ, ബി ഫിലിസ്തീർ, സി എദോമിയർ, ഡി മൊവാബിയർ. ഉത്തരം ഓപ്ഷൻ ബി ഫിലിസ്തീർ. 48. എന്ത് കേട്ടപ്പോഴാണ് ഏലി മറഞ്ഞു വീണത്? ഓപ്ഷൻസ്: എ യുദ്ധത്തിലെ തോൽവി, ബി പുത്രന്മാരുടെ മരണം, സി പേടകം പിടിക്കപ്പെട്ടു, ഡി പട്ടണവാസികളുടെ കൂവൽ. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടു. 49. വൃദ്ധനും ക്ഷീണിതനുമായിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഫിനഹാസ്, ബി ഏലി, സി ഹോഫ്നി,
ഡി ഒരു ദൂതൻ. ഉത്തരം ഓപ്ഷൻ ബി ഏലി. 50. ഏലി എങ്ങനെയാണ് മരിച്ചത്? ഓപ്ഷൻസ് എ വയറിളക്കം മൂലം, ബി കുത്തേറ്റ്, സി രോഗം മൂലം, ഡി കഴുത്തൊടിഞ്ഞ്. ഉത്തരം ഓപ്ഷൻ ഡി കഴുത്തൊടിഞ്ഞ്. 51. ഏലി എങ്ങോട്ടാണ് മറഞ്ഞു വീണത്? ഓപ്ഷൻസ് എ മുമ്പോട്ട്, ബി പിറകോട്ട്, സി ഒരു വശത്തേക്ക്, ഡി പടിയരികിൽ ചായ്ച്ച്. ഉത്തരം ഓപ്ഷൻ ബി പിറകോട്ട്. 52. ഏലി എത്ര വർഷം ന്യായാധിപനായിരുന്നു? ഓപ്ഷൻസ് എ 20, ബി 30, സി 40, ഡി 10. ഉത്തരം ഓപ്ഷൻ സി 40 വർഷം. 53. പ്രസവ സമയം അടുത്തിരുന്നത് ആർക്കാണ്? ഓപ്ഷൻസ് ഏലിയുടെ ഭാര്യയ്ക്ക്, ഒരു ദാസിക്ക്, ഹോഫ്നിയുടെ ഭാര്യയ്ക്ക്, ഫിനെഹാസിന്റെ ഭാര്യയ്ക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ഫിനെഹാസിന്റെ ഭാര്യയ്ക്ക്. 54. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ പ്രസവവേദന ശക്തമായത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ഫിനെഹാസിന്റെ ഭാര്യ, ബി ഏലിയുടെ മരുമകൾ, സി ഒരു ദാസി, ഡി പട്ടണത്തിലെ ഒരു സ്ത്രീ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഫിനെഹാസിന്റെ ഭാര്യ. ഒരുപക്ഷെ ഏലിയുടെ മരുമകൾ എന്ന് തോന്നുന്നു, പക്ഷേ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഫിനെഹാസിന്റെ ഭാര്യ എന്ന് തന്നെയാണ്. 55. പ്രസവവേദന ശക്തിയായി അവൾ ഉടനെ ഡാഷ്. ഉത്തരം ഓപ്ഷൻസ് എ കുഴഞ്ഞു വീണു, ബി ഓടിപ്പോയി, സി പ്രസവിച്ചു, ഡി നിലവിളിച്ചു. ഉത്തരം ഓപ്ഷൻ സി പ്രസവിച്ചു. 56. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ പറഞ്ഞത്? ഓപ്ഷൻസ് എ പെൺകുട്ടിയാണ്, ബി നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു, സി പേടിക്കേണ്ട, ഡി ദൈവം നിന്നോടൊപ്പം. ഉത്തരം ഓപ്ഷൻ ബി നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. 57. ആൺകുട്ടിയെ പ്രസവിച്ചത് ആര്? ഓപ്ഷൻസ് എ സാമുവേലിന്റെ അമ്മ, ബി പട്ടണവാസി, സി ഒരു ദാസി, ഡി ഏലിയുടെ മരുമകൾ. ഉത്തരം ഓപ്ഷൻ ഡി ഏലിയുടെ മരുമകൾ. 58. ഭയപ്പെടേണ്ട. ഓപ്ഷൻസ് എ മരണാസന്നയായ അവളോട്, ബി അവളെ ചുറ്റിയിരുന്നവർ, സി പട്ടണവാസികൾ, ഡി ദൂതനോട്. ഉത്തരം ഓപ്ഷൻ എ മരണാസന്നയായ അവളോട്. 59. നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്തായിരുന്നു? ഓപ്ഷൻസ് എ സന്തോഷിച്ചു, ബി മറുപടി പറഞ്ഞില്ല, സി കരഞ്ഞു, ഡി സ്തുതിച്ചു. ഉത്തരം ഓപ്ഷൻ ബി മറുപടി പറഞ്ഞില്ല. 60. അവൾ കുഞ്ഞിനെ ഇക്കാബോദ് എന്ന് പേരിട്ടത് എന്ത് പറഞ്ഞാണ്? ഓപ്ഷൻസ് എ ദൈവം ഞങ്ങളോട് സംസാരിക്കില്ല, ബി പട്ടണം നശിച്ചു, സി ശത്രു വലുതാണ്, ഡി മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. ഉത്തരം ഓപ്ഷൻ ഡി മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. 61. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയതിന്റെ കാരണം? ഓപ്ഷൻസ് എ യുദ്ധം തോറ്റതുകൊണ്ട്, ബി പുരോഹിതർ മരിച്ചതുകൊണ്ട്, സി ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ, ഡി പട്ടണം നശിച്ചതിനാൽ. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ. 62. മഹത്വം ഇസ്രായേലിന് വിട്ടുപോയി എന്നത് 1 സാമുവേൽ 4 എത്ര തവണ പറഞ്ഞിരിക്കുന്നു? ഓപ്ഷൻസ് എ 3 തവണ, ബി 1 വട്ടം, സി 2 വട്ടം, ഡി 4 വട്ടം. ഉത്തരം ഓപ്ഷൻ സി 2 തവണ. 63. 1 സാമുവേൽ 4:3 സമാനമായ വചനഭാഗം ഏത്? ഓപ്ഷൻസ് എ സങ്കീർത്തനം 23:1, ബി സംഖ്യ 10:35, സി പുറപ്പാട് 20:3, ഡി യോശുവ 1:9. ഉത്തരം ഓപ്ഷൻ ബി സംഖ്യ 10:35.